യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയിലേക്ക് നാളെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തും. പശ്ചിമേഷ്യൻ സംഘർഷം ഉൾപ്പെടെ ചർച്ചയാകാനാണ് സാധ്യത. ഇറാന് നേരെയുള്ള സൈനിക നടപടി പുനരാരംഭിക്കാൻ സാധ്യതയെന്നാണ് ട്രംപിനോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ വീണ്ടും ആക്രമണമുണ്ടായാൽ ഉറേനിയം സമ്പുഷ്ടീകരണം ആണവായുധ നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നാണ് ഇറാന്റെ ഭീഷണി. അജയ് സുധാ ബിജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ട്രംപ് ചൈനയിലേക്ക് തിരിച്ചിരിക്കുന്നു. ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ചയുണ്ടാകും. ഷീ ജിൻപിങ്ങിന് ഒരു സമ്മർദ്ദം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അതായത് ഇറാന് മേലുള്ള അദ്ദേഹത്തിന്റെ പിടിപാടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഈ സംഘർഷത്തിൽ ഉണ്ടാകുമെന്നുള്ള സാധ്യത നമുക്ക് മുന്നിൽ കാണാനാകുമോ? അനുശ്രീ, ട്രംപ് എന്തായാലും ചൈനയിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു. ഇന്ന് രാത്രിയോടെ അദ്ദേഹം ചൈനയിലെത്തും എന്നാണ് വിവരമുള്ളത്. നാളെയാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്താനായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ വരുന്ന നാളെയും അതുപോലെ മറ്റന്നാളുമായിരിക്കും അദ്ദേഹത്തിൻ്റെ ചൈനീസ് സന്ദർശനം തുടരുക. മറ്റന്നാൾ രാത്രിയോടെ അദ്ദേഹം തിരിച്ച് US-ലേക്ക് യാത്ര തിരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതിനു മുൻപേ 2025 ജനുവരിയിൽ വെച്ച് നടന്ന ഏഷ്യ പസഫിക് എക്കണോമിക് സമ്മിറ്റിൽ വെച്ചാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും അതുപോലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷം ഈ ചൈനീസ് സന്ദർശനം ഉൾപ്പെടെ ഷെഡ്യൂൾ ചെയ്യുകയായിരുന്നു. പക്ഷേ അത് ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലം കാരണമാണ് അത് പിന്നീട് നീട്ടിവെക്കുകയുണ്ടായത്. ഇപ്പോൾ ആ സംഘർഷത്തിൽ ഒരു വെടിനിർത്തൽ സംജാതമായ ഘട്ടത്തിലാണ് ട്രംപ് ചൈനയിലേക്ക് യാത്ര തിരിക്കുന്നത്. ഈ ചൈനീസ് സന്ദർശനത്തിന് തൊട്ട് മുൻപ് ട്രംപ് ഈ US-ന്റെ നിർദ്ദേശങ്ങളിലുള്ള ഇറാന്റെ മറുപടി പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയായിരുന്നു. അപ്പോൾ അതോടുകൂടി ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ വലിയൊരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ ട്രംപുമായിട്ട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ട്രംപ് ഏത് നിമിഷം വേണമെങ്കിലും ഇറാനുമായിട്ടുള്ള സൈനിക നടപടി പുനരാരംഭിച്ചേക്കാം എന്ന് തന്നെയാണ്. ഇപ്പോൾ ഈ ചൈനീസ് സന്ദർശനം കഴിഞ്ഞ് ട്രംപ് US-ലേക്ക് തിരിച്ചെത്തിയതിന് ശേഷം എന്തെങ്കിലുമൊക്കെ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ നടക്കാൻ വളരെയധികം സാധ്യതകളുണ്ട്. അവിടെയാണ് ഈ ചൈനീസ് സന്ദർശനം നിർണായകമാകുന്നത്. കാരണം ചൈന എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മുൻ നിലപാടുകൾ നമുക്കറിയാം. ഈ സംഘർഷം ആരംഭിച്ചതിന് ശേഷം പൂർണ്ണമായി ഇറാനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ചൈന പല ഘട്ടങ്ങളിലും സ്വീകരിച്ചു വന്നിരുന്നത്. ഈ യുദ്ധത്തിൽ ഇറാന് പൂർണ്ണ പിന്തുണ നൽകുക മാത്രമല്ല, ഈ ഇറാന് കടുത്ത രീതിയിലുള്ള വലിയ തരത്തിലുള്ള ഒരു സാമ്പത്തിക സ്രോതസ് ആകാനും ചൈന മറന്നിട്ടില്ല. ഇറാനിലേക്ക് ആയുധങ്ങൾ ഉൾപ്പെടെ കൈമാറാൻ ഉൾപ്പെടെ അവർ വലിയ മേൽനോട്ടം വഹിച്ചിരുന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ ചൈനീസ് സന്ദർശനത്തിന് ശേഷം ഈ യുദ്ധത്തിന് എന്തെങ്കിലും ഗതിമാറ്റം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുമാത്രമല്ല, ചൈനയിലേക്ക് പോവുകയാണ്. അവിടെ ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അജയ് സുധാ ബിജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.